പെറ്റവയറിന്റെ ശാപം മണ്ണാങ്കട്ടയൊന്നല്ല. ഇവള് കാണിച്ച നെറുകേടിന്റെ ഫലമാ ഞാൻ അനുഭവിക്കുന്നു. എത്രയും പെട്ടെന്ന് നീ കുറുപ്പിനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചില്ലെങ്കിൽ ചവിട്ടി കൊല്ലും ഞാൻ. ഇപ്പൊ തന്നെ നീ കുറുപ്പിന്റെ വീട്ടിൽ പോയി പരാതി പിൻവലിച്ച് മാപ്പ് പറയണം. സൗകര്യമില്ല എനിക്ക്. എന്റെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ നിങ്ങള് എന്നോട് ആജ്ഞാപിക്കാൻ നിൽക്കണ്ട. ആജ്ഞാപിച്ച ഞാനതൊട്ട് ചെയ്യുകയില്ല. വന്ദന, ഞാൻ താലികെട്ടി എന്റെ ഭാര്യ. അവളെ നിങ്ങൾക്ക് സഹോദരൻ എന്ന സ്ഥാനത്ത് നിന്ന് ശകാരിക്കാം, പക്ഷേ ദേഹത്തൊന്നും കൈവയ്ക്കണ്ട. വന്ദനയുടെ ദേഹത്ത് കൈവയ്ക്കുന്നത് അവളുടെ ചേട്ടനാണെങ്കിലും നല്ല തന്തയാണെങ്കിൽ പോലും ജഗനത് സഹിച്ചൊന്നു വരില്ല. നീ എന്താ എന്നെ തല്ലോ? അതിനുള്ള ചങ്കൂറ്റ ഉണ്ടോടാ നിനക്ക്? പ്രകാശേട്ടാ, ഞാൻ നിങ്ങളെ തല്ലുകയല്ല, ചിലപ്പോ കൊല്ലും. ചങ്കൂറ്റത്തിന്റെ കണക്ക് പറയാൻ എന്നോളം ആണത്തുള്ള ഒരുത്തനെയും കണ്ടിട്ടില്ല ഞാൻ എന്റെ ഭാര്യയുടെ ഈ തറവാട്ടിൽ. അതുകൊണ്ട് രാവിലെ ഒരു സീനുണ്ടാക്കാതെ പോവാൻ നോക്ക്. പ്രകാശേട്ടൻ തല്ലെന്ന് കേട്ടിട്ടില്ലേ ഉള്ളൂ. ജഗൻ ഒരു കാലത്ത് തല്ലൊരു ദിനചര്യയായിരുന്നു. ജഗന്റെ വിശ്വരൂപം കാണാൻ നിൽക്കാതെ കയറിപ്പോയി ചായ എടുത്തോണ്ട് പാടി. കേറിപ്പോവാൻ. സോമ, വിളക്ക് തെളിക്കേ. ഞാനല്ല, മാധവൻ നായർ തന്നെയാണ് വിളക്ക് തെളിയിക്കേണ്ടത്. ഞാൻ നന്നാവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നീയാ. അങ്ങനെയുള്ള നീ വിളക്ക് കത്തിക്കുമ്പോഴാണ് കൂടുതൽ ഐശ്വര്യം ഉണ്ടാവുന്നത്. പണത്തിന്റെ തൂക്കം വെച്ച് സൗഹൃദം കൂടുന്നവരാ സാറേ ഇപ്പൊ അധികം പേരും. നിങ്ങളുടെ ചങ്ങാത്തം കണ്ടിട്ട് എന്റെ കണ്ണും മനസ്സും നിറയ. രണ്ടാൾക്കും നല്ലതേ വരൂ സാറേ. ഗണപതിയെ പ്രാർത്ഥിച്ച് അമ്മയെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് വിളക്ക് കത്തിക്ക് മാധവ. വർഗീസ് തനിക്ക് ആദ്യം പണിയാനുള്ള വണ്ടി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിയാട്ടെ. ഹലോ, എന്താ? ഞാൻ പിന്നെ വിളിക്കാം. എന്നെ മനസ്സിലായില്ലെങ്കിലേ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനേ മാധവൻ നായരുടെ മോന. അല്ല, മാധവൻ നായരുടെ മോനിപ്പോ എന്താ വേണ്ടത്?
വേണ്ടത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്റെ അമ്മയുടെ പേര് കൂടി അങ്ങോട്ട് പറയാം. ചന്ദ്രിക വർമ്മ. അതായത് അശോകവർമ്മ എന്ന നിങ്ങളുടെ സഹോദരി. ചന്ദ്രികാവർമ്മയുടെ മോനിപ്പോ എന്താ വേണ്ടത്? സ്വത്ത്. എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട പിതൃസ്വത്ത്. കൊള്ളാം കൊള്ളാം. അല്ല മോനെ, നിനക്ക് പിതൃസ്വത്തൊന്നുമില്ലേ? അതൊക്കെ പോട്ടെ പോട്ടെ. എന്തായാലും നിനക്കിപ്പോ അവൾക്ക് അവകാശപ്പെട്ട കോടികൾ വേണം അല്ലേ? തരാം. അതിനു മുമ്പ് നീ പോയിട്ട് നിന്റെ ബാങ്കിന്റെ പാസ്ബുക്ക്, പാൻ കാർഡ് ഇതെല്ലാം കൊണ്ടുവരണം. കൂട്ടത്തില് നീ അടിച്ചിറക്കി വിട്ട നിന്റെ തള്ള ചന്ദ്രികയും കൂടി കൂട്ടിക്കും. ആ സാക്ഷിയായിട്ടേ ആ നെറികെട്ട മാധവൻ നായരെയും കൂടി കൂട്ടിക്കോ. ചൂടാവണ്ടടാ, അടങ്ങ്. ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടേ. നീ ആ ചന്ദ്രികയ്ക്കും മാധവനും ഉണ്ടായതാണോന്നുള്ളതിന്റെ ഒരു DNA റിപ്പോർട്ട് കൂടി വേണം. മറ്റൊന്നും കൊണ്ടുമല്ല, ഒളിച്ചോടിപ്പോയ തള്ളയുടെ വീതം ചോദിച്ചു വരുന്ന നിന്നെ സത്യം പറയാലോ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇത്തരം നാറിയ കളികളുമായി നീ എങ്ങാൻ ഇനി എന്റെ മുന്നിലേക്ക് വന്ന ഈ വണ്ടിക്കകത്ത് നല്ല ഒന്നാം തരം പിസ്റ്റൾ ഇരിപ്പുണ്ട് വിത്ത് ലൈസൻസ്. അത് നിന്റെ നെഞ്ചിലോട്ട് തുളച്ചു കയറും. കാണണോ?